കൈ ഉറക്കുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ടൈറ്റായി. ഓക്കെ. ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും സ്പീഡ് കൂടിയ ഒരു നാൻഡ് M.2 സ്റ്റോറേജാണ് സാംസങ്ങിൻ്റെ 970 EVO പ്ലസ്. ഇത് 500 GB ഉണ്ട്. ഇതാണ് നമ്മൾ പ്രൈമറി സ്റ്റോറേജായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്തോട്ടായിരിക്കും നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. OS വിൻഡോസ് ലിനക്സാണ്, മാക്കാണ്. അതെന്താണ് ഇവിടെ ഹാക്കിംഗ് ദോഷമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. ഇപ്പോൾ മാക്ക് ഇതിനകത്ത് ചെയ്യാൻ പാടാണ്, കാരണം മാക്ക് ഇൻ്റൽ പ്രോസസ്സർ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്നാലും AMD പ്രോസസ്സർ വെച്ചിട്ട് മാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതാണ് സ്ക്രൂ ചെയ്യുന്ന സാധനം. ഇത് M.2 കയറ്റി വെക്കുന്ന സാധനം. അതുപോലെ തന്നെ കണ്ടോ, ഇവിടെ ഒരു ചെറിയ കഷ്ണവും ഇവിടെ നീളം കൂടിയൊരു കഷ്ണവും. അതുപോലെ തന്നെ ഇവിടെ ഇതിനകത്തൊരു ചെറിയ കഷ്ണവും ഇവിടെ നീളം കൂടിയൊരു കഷ്ണവും. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തോട്ടേക്ക് വെക്കാൻ നല്ല കൂടിയ ബോർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഹീറ്റ് സിങ്കും കൂടെ കാണും. കാരണം ഇത് തണുപ്പിക്കണം നല്ലതുപോലെ. ഈ റാമിലൊക്കെ ഹീറ്റ് സിങ്ക് വെച്ച പോലെ തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ട എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഹീറ്റ് സിങ്ക് കൂടെ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ സ്റ്റിക്കർ ഊതി കളഞ്ഞിട്ടാണ് ശരിക്കും ഹീറ്റ് സിങ്ക് വെക്കേണ്ടത്. അതുപോലെ തന്നെ നേരത്തെ 2 ചെറിയ സ്ക്രൂ കാണിച്ചു തന്നല്ലോ, അതിൽ ഒരു ചെറിയ സ്ക്രൂ ആണ് ഈ M.2 വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ചെറിയ സ്ക്രൂ ഡ്രൈവറും വേണം. പൂച്ച കൈ ഉറക്കുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ടൈറ്റായി. ഓക്കെ. വേറെ ഇതിനകത്ത് CMOS ക്ലിയർ ചെയ്യാനുള്ള ജമ്പറ് ഗിമ്പറ് അതൊന്നുമില്ല. അതൊക്കെ പണ്ടത്തെ മോഡലിലായിരുന്നു. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ഇത് കണക്ട് ചെയ്ത് തുടങ്ങും. ഇതിലിപ്പോൾ ബയോസ് അപ്ഡേറ്റഡ് എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. AMD 3000 ഡെസ്ക്ടോപ്പ് റെഡി. ബയോസ് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ CPU ഊരി വേറെ CPU ഇട്ട് പഴയ മോഡൽ CPU ഏതെങ്കിലും ഇട്ട് റൈസൺ ഈ 2000 സീരീസ് ഏതെങ്കിലും ഇട്ടതിന് ശേഷം ബയോസ് അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് 3rd gen റൈസൺ ഇടാൻ പറ്റുള്ളൂ.